നമ്മുടെ ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ്. ഇനി വരുന്ന PSC പരീക്ഷകളിൽ നിങ്ങൾ പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്ലാസ്സാണ് നമ്മുടെ ഇന്നത്തേത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യമേത്? ഏത് രാജ്യമാണ്? 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ഇന്ത്യയാണ്. അപ്പോൾ എന്താണ്? 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യയാണ്. 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ചൊരു വാക്കുണ്ട്. 2024 വാക്കായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച വാക്കാണ് ബ്രെയിൻ റോട്ട്. എന്താണ്? ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ് 2024 വാക്കായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച വാക്ക്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി വിക്ഷേപിച്ച സൂര്യനെ പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം ഏതാണ്? പ്രോബ 3 ആണ്. പ്രോബ 3 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി വിക്ഷേപിച്ച സൂര്യനെ പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പുതിയ ദൗത്യമാണ് പ്രോബ 3. രാജ്യത്ത് ആദ്യമായിട്ട് സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകമാണ് രാജ്യത്ത് ആദ്യമായിട്ട് സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2024 വാക്കായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രഖ്യാപിച്ച വാക്കാണ് ബ്രെയിൻ റോട്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി വിക്ഷേപിച്ച സൂര്യനെ പറ്റി പഠിക്കാനുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ 3. രാജ്യത്ത് ആദ്യമായി സർക്കുലർ ഇക്കോണമി നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് മിഷേൽ ബാഷ്ലെറ്റ് ആണ്. ആരാണ്? മിഷേൽ ബാഷ്ലെറ്റ്. ഈ മിഷേൽ ബാഷ്ലെറ്റ് ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രസിഡൻ്റാണ്? ചിലിയുടെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള മിഷേൽ ബാഷ്ലെറ്റ് ആണ് 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത്. അപ്പോൾ എന്താണ്? 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയ മിഷേൽ ബാഷ്ലെറ്റ് ചിലിയുടെ മുൻ പ്രസിഡൻ്റാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ രാജ്യത്തെ മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്ത് വന്നത് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനാണ്. അത് ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ്? ഫെങ്കലാണ് 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റ്. അപ്പോൾ 2024 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് മിഷേൽ ബാഷ്ലെറ്റ് ആണ്. മിഷേൽ ബാഷ്ലെറ്റ് ചിലിയുടെ മുൻ പ്രസിഡൻ്റാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയത് കേരളത്തിലെ ആലത്തൂർ പോലീസ് സ്റ്റേഷനാണ്. 2024 നവംബറിൽ തമിഴ്നാട്ടിൽ വ്യാപക നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ഫെങ്കൽ. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? വത്തിക്കാനിലാണ്. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സർവമത സമ്മേളനം നടന്നത് വത്തിക്കാനിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ജയ്ഷായാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. കേരളത്തിൻ്റെ ഏത് ക്ഷേമനിധി ബോർഡിൻ്റെ സേവനങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ട AI റിസപ്ഷനിസ്റ്റാണ് കെല്ലി? ഏതാണ്? മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ റിസപ്ഷനിസ്റ്റായിട്ട് നിയോഗിക്കപ്പെട്ടത് ഒരു AI റിസപ്ഷനിസ്റ്റിനെയാണ്. പേര് കെല്ലി എന്നാണ്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും കൂടി ആവർത്തിക്കാം. ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത പ്രഥമ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് സർവമത സമ്മേളനം നടന്നത് എവിടെയാണ്? വത്തിക്കാനിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യക്കാരനാണ് ജയ്ഷ.
കേരളത്തിൻ്റെ ഏത് ക്ഷേമനിധി ബോർഡിൻ്റെ സേവനങ്ങൾക്കായിട്ട് നിയോഗിക്കപ്പെട്ട റിസപ്ഷനിസ്റ്റാണ് കെല്ലി? മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ റിസപ്ഷനിസ്റ്റായിട്ട് തിരഞ്ഞെടുത്തതാണ് കെല്ലിയെ. 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി N കരുണാണ്. ഈയിടെ അദ്ദേഹം മരിക്കുകയുണ്ടായി. അപ്പോൾ 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി N കരുണാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഇഞ്ചി ഏതാണ്? സുരസയാണ് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഇഞ്ചി. അപ്പോൾ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഇഞ്ചിയാണ് സുരസ. 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യം ഏതാണ്? സൗദി അറേബ്യയിലാണ് 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. സൗദി അറേബ്യയിലാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായിട്ട് നിയമിതനായത്. അപ്പോൾ 2023 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ഷാജി N കരുണാണ്. അദ്ദേഹം ഈയിടെ അന്തരിക്കുകയുണ്ടായി. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം ഇഞ്ചിയാണ് സുരസ. 2034 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന ഏഷ്യൻ രാജ്യം സൗദി അറേബ്യയാണ്. ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറായിട്ട് നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കൊല്ലത്താണ് രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചത്. മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തെയാണ്. ശ്രദ്ധിക്കുക, മറൈൻ സംസ്ഥാനമായിട്ട്, മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തെയാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലമാണ്. മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? അത് കേരളമാണ്. മികച്ച ഉൾനാടൻ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് തെലങ്കാനയാണ്. ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തതാണ് തെലങ്കാന. മറൈൻ സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് കേരളത്തെയും ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്തത് തെലങ്കാനയുമാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി പ്രവർത്തനം ആരംഭിച്ചതും കൊല്ലത്താണ്. ഒപ്പം എന്താ, രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയതും കൊല്ലമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായത് ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായത്. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ്. അതാണ് 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശം. 2024 ഡിസംബറിൽ USA ദേശീയ പക്ഷിയായിട്ട് അംഗീകാരം ലഭിച്ചത് ബാൾഡ് ഈഗിളിനാണ്. 2024 ഡിസംബറിൽ USA ദേശീയ പക്ഷിയായിട്ട് അംഗീകാരം ലഭിച്ചത് ഏതിനാണ്? ബാൾഡ് ഈഗിളിനാണ്. UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായിട്ട് തിരഞ്ഞെടുത്ത ദിവസം ഏതാണ്? ഡിസംബർ 21 UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ അധ്യക്ഷനായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായത് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. 2024 ലോക പ്രമേഹ ദിനത്തിൻ്റെ സന്ദേശമാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്, ബ്രിഡ്ജിംഗ് ഗ്യാപ്സ്. 2024 ഡിസംബറിൽ USA ദേശീയ പക്ഷിയായിട്ട് അംഗീകാരം ലഭിച്ചത് ബാൾഡ് ഈഗിളിനാണ്. UN ജനറൽ അസംബ്ലി ലോക ധ്യാന ദിനമായിട്ട് തിരഞ്ഞെടുത്തത് ഡിസംബർ 21. 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ്? ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്
2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി. ഇവിടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റും. 2024 ഡിസംബർ 25 അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരനാണ് MD വാസുദേവൻ നായർ സാറ്. അദ്ദേഹം 2024 ഡിസംബർ 25 അന്തരിച്ചത്. MD വാസുദേവൻ നായർ സാർ അന്തരിച്ചത് 2024 ഡിസംബർ 25 അതേ ദിവസം തന്നെ 2024 ഡിസംബർ 25 അന്തരിച്ച ഒസാമു സുസുക്കി ഇന്ത്യയിൽ വൻ പ്രചാരം നേടിയ ഏത് കാറുകളുടെ ശില്പിയാണ്? മാരുതി 800ൻ്റെ ശില്പിയായിട്ടുള്ള ഒസാമു സുസുക്കി. അദ്ദേഹവും 2024 ഡിസംബർ 25 മരിച്ചത്. MD വാസുദേവൻ നായർ സാറും 2024 ഡിസംബർ 25 മരിച്ചത്. അങ്ങനെ രണ്ടുപേരും അന്തരിച്ച ദിവസം സെയിം ആണ്. അതോടൊപ്പം എന്താ, 2024 ഡിസംബർ 26 ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗും അന്തരിക്കുന്നത്. അപ്പോൾ 2024 ഡിസംബർ 25 അന്തരിച്ച പ്രമുഖ മലയാള സാഹിത്യകാരനാണ് MD വാസുദേവൻ നായർ സാറ്. 2024 ഡിസംബർ 25 അന്തരിച്ച മാരുതി 800ൻ്റെ ശില്പിയായിട്ടുള്ള ആരാണ്? ഒസാമു സുസുക്കി. അതോടൊപ്പം 2024 ഡിസംബർ 26 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായിട്ടുള്ള ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യമേതാണ്? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ചത് കുവൈറ്റ് ആണ് കേട്ടോ. കുവൈറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ചത്. കേരളത്തിൻ്റെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറായിട്ടാണ് നിയമിച്ചത്? അദ്ദേഹത്തെ ബീഹാർ ഗവർണറായിട്ടാണ് ഇപ്പം നിയമിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറായാണ് നിയമിച്ചത്? ബീഹാറിൻ്റെ. ഏഷ്യ കപ്പ് അണ്ടർ 90 വനിതാ ക്രിക്കറ്റിലെ ജേതാക്കളായത് ഏത് രാജ്യമാണ്? ഇന്ത്യയാണ് ഏഷ്യ കപ്പ് അണ്ടർ 90 വനിതാ ക്രിക്കറ്റിൽ ജേതാക്കളായത്. 2025 ജനുവരി 20 അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ്? 47ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. 2025 ജനുവരി 20 അദ്ദേഹം അധികാരത്തിലെത്തിയത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത പുരസ്കാരമായ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച രാജ്യമാണ് കുവൈറ്റ്. കേരളത്തിൻ്റെ മുൻ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ ഏത് സംസ്ഥാനത്തിൻ്റെ പുതിയ ഗവർണറായിട്ടാണ് നിയമിച്ചത്? ബീഹാറിൻ്റെ ഗവർണറായിട്ടാണ് നിയമിച്ചത്. ഏഷ്യ കപ്പ് അണ്ടർ 90 വനിതാ ക്രിക്കറ്റിലെ ജേതാക്കളായത് ഇന്ത്യയാണ്. 2025 ജനുവരി 20 അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡൻ്റാണ്. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരി ആരാണ്? കൊനേരു ഹംപിയാണ് ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരി. ആരാണ്? കൊനേരു ഹംപി. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാരാണ്? കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. ആരാണ്? കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. അദ്ദേഹത്തിൻ്റെ ഗോപ എന്ന് പറയുന്ന നോവലിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഏത് നോവലിനാണ്? ഗോപ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത്. കേരളത്തിലെ 23ാമത്തെ ഗവർണറായിട്ട് നിയമിതനായത് ആരാണ്? കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായിട്ട് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് നിയമിതനായത്. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം. ലോക വനിതാ റാപ്പിഡ് ചെസ് കിരീടം നേടിയ ഇന്ത്യക്കാരിയാണ് കൊനേരു ഹംപി. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷനാണ്. കേരളത്തിലെ 23ാമത്തെ ഗവർണറായിട്ട് നിയമിതനായത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ്. 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് 38ാമത് ദേശീയ ഗെയിംസിന് വേദിയായിട്ടുള്ള സംസ്ഥാനം. 2025 ഓസ്ട്രേലിയൻ
ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? ജാനിക് സിന്നറാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ്. ആരാണ്? ജാനിക് സിന്നർ. 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളം എഴുത്തുകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് 2025 പത്മവിഭൂഷൺ ലഭിച്ച മലയാളം എഴുത്തുകാരൻ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ആരാണ്? മാഡിസൺ കെയ്സ് ആണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ്. അപ്പോൾ 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിലെ പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നറും. ആരാണ്? ജാനിക് സിന്നറും. വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കെയ്സുമാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ജാനിക് സിന്നറാണ്. വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കെയ്സാണ്. 2025 പത്മവിഭൂഷൺ ആണ് കേട്ടോ. പത്മവിഭൂഷൺ ലഭിച്ച മലയാളം എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയർ ആരെല്ലാമാണ്? 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയരാണ് PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. ആരൊക്കെയാണ്? PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. 2024 ഡിസംബറിൽ 100-ാം വയസ്സിൽ അന്തരിച്ച അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റ് ആരാണ്? ജിമ്മി കാർട്ടർ ആണ്. അദ്ദേഹം അമേരിക്കയുടെ 39ാമത് പ്രസിഡന്റ് ആയിരുന്നു. 100 വയസ്സിൽ 2024 ഡിസംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ പേര് ജിമ്മി കാർട്ടർ എന്നാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയ്ക്കാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ ജില്ലയാണ് തൃശ്ശൂർ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസും കൂടെ ഒന്നുകൂടെ നോക്കാം. 2025 പ്രഖ്യാപിച്ച പത്മഭൂഷൺ ജേതാക്കളിൽ ഉൾപ്പെടുന്ന കേരളീയരാണ് PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം, ശോഭന. 2024 ഡിസംബറിൽ 100-ാം വയസ്സിൽ അന്തരിച്ച അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയ ജില്ലയാണ് തൃശ്ശൂർ. ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പൽ ഏതാണ്? ഇപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ നിർമ്മിച്ചതാണ്. ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പലാണ് INS വാഗ്ഷീർ. ഏതാണ്? INS വാഗ്ഷീർ ആണ്. ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ പുതിയ മുങ്ങിക്കപ്പലാണ് INS വാഗ്ഷീർ. ISROയുടെ പുതിയ ചെയർമാനായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായതാരാണ്? V നാരായണനാണ്. ISROയുടെ പുതിയ ചെയർമാനായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായത്. ആരാണ്? V നാരായണൻ. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായിട്ട് നിയമനം ലഭിച്ച ആദ്യത്തെ മലയാളി നർത്തകൻ ആരാണ്? RLV രാമകൃഷ്ണനാണ്. കേരള കലാമണ്ഡലത്തിൽ നൃത്താധ്യാപകനായിട്ട് നിയമനം ലഭിച്ച ആദ്യത്തെ മലയാളി നർത്തകനാണ് RLV രാമകൃഷ്ണൻ. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ നോക്കാം. ഫ്രഞ്ച് സഹകരണത്തോടെ നിർമ്മിച്ച ഇന്ത്യയുടെ മുങ്ങിക്കപ്പലാണ് INS വാഗ്ഷീർ. ISROയുടെ പുതിയ ചെയർമാനായിട്ട് 2025 ജനുവരിയിൽ നിയമിതനായത് V നാരായണനാണ്. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായിട്ട് നിയമനം ലഭിച്ച ആദ്യത്തെ മലയാളി നർത്തകനാണ് RLV രാമകൃഷ്ണൻ.